ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫ് ചാനൽ. ഇന്ന് ഞാൻ ആർക്കും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് മെഴുക്കുവരട്ടിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ബീട്രൂട്ട് മെഴുക്കുവരട്ടി തയ്യാറാക്കിയെടുക്കാൻ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 ചെറിയ ബീട്രൂട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് 4 കീറിയെടുത്തിട്ടുണ്ട്. 1-2 തണ്ട് കറിവേപ്പില എടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് എടുക്കണം, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി എടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 5-10 ചെറിയ ഉള്ളി, അതിൻ്റെ കൂടെ ഒരു 5-6 വറ്റൽമുളകും കൂടി ചേർത്തൊന്ന് ചതച്ചെടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം. അപ്പോൾ ഇത്ര മാത്രം ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ബീട്രൂട്ട് മെഴുക്കുവരട്ടി തയ്യാറാക്കാൻ പോകുന്നത്. ഇനി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാം. ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്കതിൽ കടുകിട്ട് പൊട്ടിക്കാം. അതിലേക്ക് നമുക്ക് പകുതി കറിവേപ്പില ഇട്ട് കൊടുക്കാം. കൂടെ ചതച്ച് വെച്ചിരിക്കുന്ന ആ ചെറിയ ഉള്ളിയും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. കൂടെ ആ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് ഇതെല്ലാം ഈ എണ്ണയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണയിൽ നന്നായി മൂത്ത് വന്ന ഇൻഗ്രീഡിയൻസിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയിൽ നിന്ന് ഒരു പകുതി കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബീട്രൂട്ട് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് 1 മിനിറ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്ക് ചെറുതീയിൽ വച്ചിട്ട് ഇത് അടച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഒരു 1/4 ഭാഗം വേവാകുമ്പോൾ നമ്മൾ ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിനിടയിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് തുറന്ന് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് അടപ്പ് തുറന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഇവിടെ അതിലെ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ പോയി നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ രുചികരമായിട്ടുള്ള ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ രുചികരവും അതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ബീട്രൂട്ട് മെഴുക്കുവരട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. സാധാരണ ബീട്രൂട്ട് ഇഷ്ടപ്പെടാത്തവർക്കും ഇങ്ങനെ മെഴുക്കുവരട്ടി വെക്കുകയാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സിലൊക്കെ അറിയിക്കുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് പുതിയ വിഭവങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.